നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിനോടൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു, ബിജെപിക്കാർ പറയാറുണ്ട്, ഈ 10 വർഷക്കാലം ഇന്ത്യയെ ഐക്യപ്പെടുത്തിയത്, ഇന്ത്യയെ യോജിപ്പിച്ചത് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം. അങ്ങനെയാണോ വാസ്തവം? ഒരു രാജ്യം ഐക്യപ്പെടുക എന്ന് വെച്ചാൽ അവിടുത്തെ 140 കോടി ജനങ്ങളും അവരുടെ മനസ്സും ഐക്യപ്പെടുക എന്നതാണ്. ആ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മതന്യൂനപക്ഷങ്ങളെ, ചില വിഭാഗങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട്, പാർശ്വവൽക്കരിച്ചുകൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ ഐക്യപ്പെടുത്തിയെന്ന് പറയാൻ സാധിക്കുക? പക്ഷെ പ്രിയപ്പെട്ടവരെ, 10 വർഷക്കാലം ഈ നാട്ടിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി അപ്രമാദിത്വം കാണിച്ച ഒരു ചക്രവർത്തിയെ പോലെ നരേന്ദ്രമോദി വിരാജനായപ്പോൾ പോലും ഈ രാജ്യത്ത് വളരെ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വന്ന മതന്യൂനപക്ഷങ്ങൾ സമാധാനപരമായി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നെങ്കിൽ ആ പ്രതീക്ഷയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ പ്രതീക്ഷയുടെ പേരാണ് രാഹുൽ ഗാന്ധി, ആ പ്രതീക്ഷയുടെ പേരാണ് ഇന്ത്യ മുന്നണി. ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സേഫ്റ്റി വാൾവായിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിച്ചത്. ഒരു സേഫ്റ്റി വാൾ. നോക്കൂ, അതല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? എല്ലാ ഏകാധിപത്യ രാജ്യങ്ങളിലും, എല്ലാ ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റുകളിലും ഉണ്ടാകുന്ന എല്ലാ ആഭ്യന്തര കുഴപ്പങ്ങളും ഉണ്ടാകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സാമൂഹിക പരിസ്ഥിതി ഇവിടെ ബിജെപി ഉണ്ടാക്കിയില്ലേ? എന്നിട്ടും എന്തേ ആ സാമൂഹിക പരിസ്ഥിതി ഇവിടെ ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇവിടെ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് പോയില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ ഭയവിഹലരായ മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വാസം അർപ്പിച്ചു? നിയമത്തിന് മേൽ നിയമങ്ങൾ കൊണ്ടുവന്ന്, കരിനിയമങ്ങൾക്ക് മേൽ കരിനിയമങ്ങൾ കൊണ്ടുവന്ന്, ലെജിസ്ലേഷന് മേൽ ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഭീതിയിലാക്കിയപ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പുലരിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. അങ്ങനെ വരുന്നൊരു സുദിനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പഴയതുപോലെ സാഹോദര്യത്തോടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം വീണ്ടും ഉണ്ടാകും. ആ പ്രതീക്ഷയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സേഫ്റ്റി വാൾ. ആ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. എനിക്കറിയാം, ഓരോ നിമിഷവും ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ബിജെപിയുടെ സൈബർ വിങ് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് ഇന്നത്തെ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ എന്താക്ഷേപം നടത്താം, ഇന്നത്തെ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ എന്ത് അപവാദ പ്രചരണം നടത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും പുലരുമ്പോ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ബിജെപിയുടെ സൈബർ വിഭാഗം, IT വിഭാഗം, അവിടുന്ന് പടച്ചുവിടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ പടച്ചുവിടുന്ന ആക്ഷേപങ്ങൾ. 10 വർഷക്കാലം ഭരണമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 വർഷക്കാലം നിരന്തരം അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി, നിരന്തരം ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി. ഒരു മനുഷ്യനെ ദ്രോഹിക്കാവുന്നതിന്റെ, ആക്ഷേപിക്കാവുന്നതിന്റെ അങ്ങേത്തല ചെയ്തതിനു ശേഷവും ഒരു മനുഷ്യൻ നടക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ത്രിവർണ്ണ പതാക കയ്യിലേന്തിക്കൊണ്ട് ഒരു മനുഷ്യൻ നടന്നു നീങ്ങിയപ്പോ ആ മനുഷ്യന് പുറകിൽ ജനസാഗരമായി ലക്ഷാവധി ജനങ്ങൾ അണിനിരന്ന് കാശ്മീർ വരെ നടന്നപ്പോ പ്രിയപ്പെട്ടവരെ, ആ നടത്തമുണ്ടല്ലോ, ഭാരത് ജോഡോ യാത്രയുണ്ടല്ലോ, ആ യാത്രയാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയത്.